വിശ്വാസം അതല്ലേ എല്ലാം എന്നൊരു പരസ്യവാചകമുണ്ട്. ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളെയോ, അതോ ഒരാപത്ത് വരുമ്പോൾ നമ്മുടെ സഹായത്തിനെത്തുന്നവരെയോ, അതോ സദാസമയവും നമ്മുടെ കൂടെ നടക്കുന്നവരെയോ? ഇന്നത്തെ കാലത്ത് ആരെ നമ്മൾ വിശ്വസിക്കും? ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം നമ്മൾ കരുതുന്നത് പോലെയല്ല മനുഷ്യർ. അവരവരുടെ ജീവിതം രഹസ്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരം കൊണ്ട് കെട്ടിപ്പണിതിരിക്കുകയാണ്. ജീത്തു ജോസഫിന്റെ മിറാഷ് കണ്ടിറങ്ങുമ്പോൾ നമ്മളെ ആദ്യം കൊണ്ടുചെന്ന് നിർത്തുന്നതും വിശ്വാസം എന്ന 3 വാക്കിലായിരിക്കും. ജീത്തു ജോസഫിന്റെ ഒരു ത്രില്ലർ പടം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ വളരെയധികം ആവേശത്തിലാകും. നമ്മളെ കുഴപ്പിക്കുന്ന ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ആദ്യാവസാനം വരെ ഉലയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് അതിന് പിന്നിൽ. കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ജീത്തു ജോസഫും ഒന്നിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് മിറാഷ്. ഒരു ഡീസന്റ് ത്രില്ലർ എന്ന് ഒറ്റവാക്കിൽ പറയാം. സ്ലോ പേസിലൂടെ തുടങ്ങി പതിയെ മെയിൻ പ്ലോട്ടിലേക്ക് പ്രേക്ഷകരെ കൂടെ കൂട്ടുകയാണ് സിനിമ. അപർണ ബാലമുരളി, ഹക്കീം ഷാ, ആസിഫ് അലി, ഹന്ന റജി കോശി എന്നിവരിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ശ്രീനിവാസ് അബ്രോൾ, ജീത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. പ്രൊമോഷൻ പരിപാടികളിൽ ജീത്തു ജോസഫ് പറഞ്ഞതുപോലെ നായിക കേന്ദ്രീകൃതമായ ഒരു ത്രില്ലർ തന്നെയാണ് മിറാഷ്. അപർണ ബാലമുരളി അവതരിപ്പിച്ച അഭിരാമി എന്ന കഥാപാത്രമാണ് ചിത്രത്തിന്റെ കേന്ദ്രം. അഭിരാമിയിലൂടെയാണ് കഥ വികസിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ പ്രേക്ഷകനെ അമ്പരപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആകാംക്ഷ നൽകുന്നതോ ആയ സംഭവങ്ങളൊന്നുമില്ല. മുന്നോട്ട് പോകുന്തോറും പ്രേക്ഷകരും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. വ്യക്തികളുടെ പ്രശ്നങ്ങളും അതുപോലെ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും കൂടി കൂട്ടിക്കുഴച്ചാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നതിനൊപ്പം എൻഫോഴ്സ് ഡയറക്ടറേറ്റിനെ വെള്ളപൂശാനുള്ള ചെറിയ ശ്രമവും ചിത്രം നടത്തുന്നുണ്ട്. ഇത്തരമൊരു കഥയെ പരമാവധി മികച്ചതാക്കാൻ മേക്കിങ്ങിലൂടെ ജീത്തു ജോസഫ് എന്ന സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയേക്കാൾ ചിത്രം കൂടുതൽ ത്രില്ലിംഗ് ആകുന്നതും എൻഗേജിംഗ് ആകുന്നതും രണ്ടാം പകുതിയിലാണ്. സിനിമയിലുടനീളം ട്വിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും കഥയിലാകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനുകൾ ഉള്ളതുപോലെ തോന്നി. സിനിമയുടെ പ്രധാന പോരായ്മയായി തോന്നിയതും അതുതന്നെയാണ്. കഥയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ചിത്രത്തിലെ ചില കഥാപാത്രങ്ങളെ പ്രേക്ഷകന് സംശയം തോന്നും. പ്രേക്ഷകന്റെ മുൻധാരണകളെ ശരിവെക്കുന്ന തരത്തിലാണ് കഥ പോകുന്നതും. ക്ലൈമാക്സ് ചെറിയ തോതിൽ അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും നാടകീയത കുറച്ച് ഓവറായതുപോലെ തോന്നി. നായിക കേന്ദ്രീകൃതമാക്കാനായി ക്ലൈമാക്സ് അങ്ങനെ എടുത്തതാണോ എന്നൊരു സംശയവും സിനിമ കഴിയുമ്പോൾ പ്രേക്ഷകന് തോന്നും. ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ കുറച്ചിട്ട് ക്ലൈമാക്സ് മറ്റൊരു രീതിയിൽ ആക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമ കുറച്ചുകൂടി നന്നാകുമായിരുന്നേനെ. ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ആസിഫ് അലി. മിറാഷിലും ആസിഫ് അങ്ങനെ തന്നെയാണ്. അശ്വിൻ എന്ന കഥാപാത്രം ക്ലൈമാക്സിലെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകനെ ഞെട്ടിക്കുന്നുണ്ട്. തീർച്ചയായും ആസിഫ് എന്ന നടനിൽ 100% നമുക്ക് വിശ്വസിക്കാം. അമ്പരപ്പെടുത്തുന്ന സിനിമകളും കഥാപാത്രങ്ങളുമായി അയാൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ടാകും. ചിത്രത്തിന്റെ ഛായാഗ്രഹണവും കയ്യടി അർഹിക്കുന്നുണ്ട്. സതീഷ് കുറുപ്പാണ് ചിത്രത്തിന് ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത്. വൈഡ് ഷോട്ടുകളിലൂടെയും ക്ലോസപ്പ് ഷോട്ടുകളിലൂടെയും ക്യാമറമാൻ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട്. വിഷ്ണു ശ്യാമിന്റെ സംഗീതവും കഥയോട് മാക്സിമം ചേർന്നു നിന്നു. മനുഷ്യരുടെ ഉള്ളിലെ ഒരു ഇരുണ്ട വശം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് മിറാഷിലൂടെ ജീത്തു ജോസഫും കൂട്ടരും. തീർച്ചയായും തിയേറ്ററുകളിൽ തന്നെ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് മിറാഷ്.